ആരംഭിച്ച് തിരുവചനങ്ങൾ 31 മനുഷ്യപുത്രനെല്ലാ ദൂതന്മാരുടെ കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ മഹിമയുടെ സിംഹാസനത്തിൽ ഉപേക്ഷിക്കനാകും. അവൻ മുമ്പിൽ എല്ലാ ജനതകളും എണ്ണിച്ചു കൂട്ടപ്പെടും. നെഞ്ചപരിയാടുകളെ കോലാടിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവരവരെ തമ്മിൽ വേർതിരിക്കും. പഞ്ചപരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് പ്രകാരം വിളിച്ചു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. വ്യവസ്ഥാപനത്തിനു മുമ്പേ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വരാജ്യം നിങ്ങൾ അവകാശപ്പെടുത്തും. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ അന്ധനായിരുന്നു, നിങ്ങൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ എടുത്തു. നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, ഞങ്ങൾ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയത്, ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ നൽകിയതും എപ്പോഴും. ഇത് ഞങ്ങൾ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് വിളിപ്പിച്ചതും എപ്പോഴും. ഇതിനെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോൾ. രാജാവ് മറുപടി പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സഹോദരന്മാരിൽ നിങ്ങളാർക്കെങ്കിലും ഇതെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത്. ആകയാൽ നീതിമാന്മാർ നിത്യജീവനിലേക്കും ദുഷ്ടന്മാർ നിത്യശിക്ഷയിലേക്കും പ്രവേശിക്കും.